Hello friends, welcome back to CMS Creations. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സ് 8th ചാപ്റ്റർ അഥവാ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 8.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഓക്കെ, ഇവാലുവേറ്റ് ദ ഫോളോയിങ്. നമുക്ക് താഴെ കുറച്ച് ട്രിഗണോമെട്രിക് വാല്യൂസ് തന്നിട്ടുണ്ട്. ആ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അഥവാ അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ ചെയ്യാനുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, സൈൻ 60 ഇൻറ്റു കോസ് 30 പ്ലസ് സൈൻ 30 ഇൻറ്റു കോസ് 60. നമുക്ക് 30, 60, 90 എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ റേഷ്യോ നോക്കാം. ഓക്കെ, 30, 60, 90 വന്നു കഴിഞ്ഞാൽ അവിടുത്തെ റേഷ്യോ എത്രയാണ്? 1:√3:2 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് 1 വരും, 60ക്ക് ഓപ്പോസിറ്റ് √3 വരും, 90ക്ക് ഓപ്പോസിറ്റ് 2 വരും. ഓക്കെ, 30, 60, 90 വന്നു കഴിഞ്ഞാൽ 1:√3:2 ആണ്. ഇനി ഇതിൽ നമ്മൾ വാല്യൂ കൊടുക്കാൻ പോവാണ്. ആദ്യം സൈന്. എന്താണ് സൈന്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ 60 എന്ന് പറയുന്ന ആംഗിൾ എടുക്കുക, ഓപ്പോസിറ്റ് √3. ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്, അത് 2, അതുകൊണ്ടാണ് √3/2. ഓക്കെ, ദെൻ ഇൻറ്റു കോസ് 30 ഇതാ ഇവിടെ ഉണ്ട്. അഡ്ജസൻറ്റ് സൈഡ്, അഡ്ജസൻറ്റ് 30ക്ക് അഡ്ജസൻറ്റ് ആയിട്ടുള്ളത് √3 ആണ്. സോ √3 ബൈ ഹൈപ്പോട്ടനസ്, സോ √3/2 പ്ലസ് സൈൻ 30ക്ക് ഓപ്പോസിറ്റ്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. സോ ഓപ്പോസിറ്റ് 1, ഹൈപ്പോട്ടനസ് 2, ദാറ്റ്സ് 1/2. ദെൻ കോസ് 60യുടെ അഡ്ജസൻറ്റ് സൈഡ് എത്രയാ? 60ക്ക് അടുത്ത് കിടക്കുന്നത് ഒന്ന് 2 ഒന്ന് 1 ആണ് അല്ലേ? 2 ഹൈപ്പോട്ടനസ് ആയതുകൊണ്ട് നമ്മൾ നോക്കണ്ട. അപ്പോൾ പിന്നെ ഏതാ വരിക? 1 ആണ്. സോ 1/2. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. √3 ഇൻറ്റു √3 3 ആണ്. 2 ഇൻറ്റു 2 4 ആണ്. പ്ലസ് 1 ഇൻറ്റു 1 1 ആണ്. 2 ഇൻറ്റു 2 4 ആണ്. ഓക്കെ, ഡിനോമിനേറ്റേഴ്സ് ആർ ഈക്വൽ. ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സെയിം ഡിനോമിനേറ്റർ തന്നെ എഴുതാം, ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യാം. സോ 3 + 1 4. ദെൻ 4/4 അഥവാ 4/4 1. സോ സൈൻ 60 ഇൻറ്റു കോസ് 30 പ്ലസ് സൈൻ 30 ഇൻറ്റു കോസ് 60 ഈക്വൽ ടു എത്രയാണ്? 1 ആണ്. ദെൻ സെക്കൻഡ് വൺ, 2 tan 45 പ്ലസ് കോസ് സ്ക്വയർ 30 മൈനസ് സൈൻ സ്ക്വയർ 60. സോ 45 ഉണ്ട്, 30, 60 ഉണ്ട്. സോ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഒന്ന് 30, 60, 90 വരുന്നതും പിന്നെ 45, 45, 90 വരുന്നതും. 30, 60, 90 ആണെന്നുണ്ടെങ്കിൽ 1:√3:2 ആണ്. 45, 45, 90 ആണെന്നുണ്ടെങ്കിൽ 1:1:√2 ആണ്. 45ന് ഓപ്പോസിറ്റ് 1ഉം 90ക്ക് ഓപ്പോസിറ്റ് √2ഉം വരും. ഇനി 2 ഇൻറ്റു ടാൻ 45. അപ്പോൾ ഞാൻ ആദ്യം വാല്യൂ എഴുതിയിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. 2 ഇൻറ്റു ടാൻ 45. ഓക്കെ, എന്താണ് ടാന്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. സോ 45ൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്, അഡ്ജസൻറ്റ് സൈഡും 1 ആണ്. സോ 1/1 ഇൻറ്റു ദെൻ സോറി നോട്ട് ഇൻറ്റു 1 tan 45 1/1 2 ഇൻറ്റു ഓക്കെ 2 ഇൻറ്റു ടാൻ 45. ദെൻ പ്ലസ് ആണ് കോസ് സ്ക്വയർ 30. അപ്പോൾ കോസ് 30 എന്താ നോക്കുക? 30 കോസ് 30 അഡ്ജസൻറ്റ് സൈഡ് അഥവാ √3. അപ്പോൾ √3 ബൈ ഹൈപ്പോട്ടനസ് 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. √3/2 അതിൻ്റെ സ്ക്വയർ, കോസ് സ്ക്വയർ ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ 60. അപ്പോൾ സൈൻ 60 എന്താ? സൈൻ 60 സൈൻ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ആവും √3/2. 60ക്ക് ഓപ്പോസിറ്റ് വരുന്നത് √3 ആണ്. അപ്പോൾ √3/2 അതിൻ്റെ സ്ക്വയർ കണ്ടോ? 2 ഇൻറ്റു ടാനിന് സ്ക്വയർ ഉണ്ടോ? സോറി, ടാനിന് സ്ക്വയർ ഉണ്ട് കേട്ടോ. 1/1 സ്ക്വയർ 1 സ്ക്വയർ എന്ന് വരും. ഞാനിവിടെ സ്ക്വയർ ആദ്യം ശ്രദ്ധിച്ചില്ല, സോറി.
അപ്പോൾ ടാൻ സ്ക്വയർ അതിന് സ്ക്വയർ കൊടുത്തു പ്ലസ് √3/2 സ്ക്വയർ √3/2. ഇനി 1ൻ്റെ സ്ക്വയർ 1 ആണ്. അപ്പോൾ 2 × 1 2 ആവും. √3ൻ്റെ സ്ക്വയർ എത്രയാണ്? 3 ആണ്. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. √3ൻ്റെ സ്ക്വയർ എത്രയാണ്? 3 ആണ്. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. √3/2 സ്ക്വയർ ഇത് പോസിറ്റീവ് ഇത് മൈനസ് അത് രണ്ടും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ഞാനിവിടെ സ്ക്വയർ കണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും എന്തായി പോയി? ക്യാൻസൽ ആയിപ്പോയി. √3ൻ്റെ സ്ക്വയർ 3 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. √3ൻ്റെ സ്ക്വയർ 3 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. 3/4 3/4 എന്തായി? ക്യാൻസൽ ആയി. ഒന്ന് പ്ലസ് ഒന്ന് മൈനസും അല്ലേ? ദെൻ 2 × 1 2 ആണ്. സോ 2 + 0 2. അപ്പോൾ 2 × tan സ്ക്വയർ 45 പ്ലസ് കോസ് സ്ക്വയർ 30 മൈനസ് സൈൻ സ്ക്വയർ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അടുത്ത് തേർഡ് വൺ 45ഉം 30 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ വേണം. ഓക്കെ, ഒന്ന് 30 60 രണ്ട് ട്രയാങ്കിൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ആദ്യം കോസ് 45. എന്താണ് കോസ് 45? കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻ ബൈ ഹൈപ്പോട്ടനസ്. സോ 45ൻ്റെ അഡ്ജസൻ 1 ആണ്. ഹൈപ്പോട്ടനസ് √2. സോ 1/√2 ഡിവൈഡഡ് ബൈ സീക്ക്. സീക്ക് എന്ന് പറയുന്നത് കോസിൻ്റെ റെസിപ്രോക്കലാണ്. സീക്ക് എന്ന് പറയുന്നത് എന്തിൻ്റെ റെസിപ്രോക്കലാണ്? കോസ്. അപ്പോൾ എന്താ കോസ്? അഡ്ജസൻ ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ സീക്ക് എന്തായിരിക്കും? ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ്. ഹൈപ്പോട്ടനസ് 2 ആണ് 30യുടെ. ദെൻ 30 ആണ് അതിൻ്റെ അഡ്ജസൻറ്റ് √3 ആണ്. അപ്പോൾ 2/√3 എന്ന് വരും. കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്. കോസ് എന്ന് പറയും കോസ് 30 എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് √3/2 ആണ്. അപ്പോൾ സീക്ക് എന്താവും? 2/√3 ആവും. ഇനി കൊസീക്ക് എന്ന് പറയുന്നത് സൈനിൻ്റെ റെസിപ്രോക്കലാണ്. എന്താണ് സൈൻ 30? 1/2. 30യുടെ ഓപ്പോസിറ്റ് 1 ആണ്. ഹൈപ്പോട്ടനസ് 2 ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ 2/1 വരും. കണ്ടോ? 1/√2 ഡിവൈഡഡ് ബൈ 2/√3 പ്ലസ് 2/1. ഇനി നമുക്ക് ഡിനോമിനേറ്ററിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 2 × 1 2 പ്ലസ് 2 × √3 2√3 ഡിവൈഡഡ് ബൈ √3 × 1 √3. ഇനി ഈ √3നെ നമുക്ക് ഇത് മുകളിലുള്ളതും ഫ്രാക്ഷനാണ്, താഴെയുള്ളതും ഫ്രാക്ഷനാണ്. അപ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റത്തത് അതേപോലെ എഴുതും. കണ്ടോ? 1/√2 അതേപോലെ എഴുതും. ഡിവിഷൻ ഇൻറ്റു ആകും. 2 + 2√3 എന്നുള്ളത് √3 എന്നുള്ളത് എന്താവും? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലോട്ടും പോകും, ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലും പോകും. അഥവാ റെസിപ്രോക്കൽ. അപ്പോൾ √3/2 + 2√3 എന്ന് വരും. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × √3 √3 ആണ്. √2 × 2 2√2. √2 × 2√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നെ മൾട്ടിപ്ലൈ ചെയ്യാൻ അവിടെ വേറെ നമ്പർ ഉണ്ടോ? ഇല്ല. √2 × √3 എത്രയാ? √6. ഒന്നുകൂടിയും പറഞ്ഞുതരാം. ആദ്യം ഇതിനെ രണ്ടിനും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. ഇവിടെ എഴുതി കാണിച്ചു തരാം. ഞാൻ ആ സ്റ്റെപ്പ് അവിടെ എഴുതിയിട്ടില്ല. √2 × 2 + 2√3 എന്നാണ് അവിടെ വരിക. ഓക്കെ, അപ്പോൾ √2 × 2 എന്താ? 2√2 പ്ലസ് √2 × 2√3 ആണ്. 2 മൾട്ടിപ്ലൈ ചെയ്യാൻ വേറെ നമ്പർ ഒന്നുമില്ല. അപ്പോൾ 2 എഴുതി. √2 × √3 അത് √6 ആണ്. ഓക്കെ, അപ്പോൾ √3/2 × √2 പ്ലസ് 2√6 എന്ന് വരും. ഇനി താഴെ 2√2 കോമൺ ആണ്. ഇങ്ങനെയും നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്താം. √3/2 √2 × 1 പ്ലസ് √3 എന്നും എഴുതാം. ഇനി ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യണം. നമുക്ക് ഡിനോമിനേറ്ററിലുള്ള √2നെ √3ൻ്റെ ഒക്കെ എന്ത് ചെയ്യണം? റാഷണലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1 + √3 ആണ്, അല്ലെങ്കിൽ √3 + 1 ആണ്. അപ്പോൾ √3 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി റാഷണലൈസേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തിയാലും മതി. ഓക്കെ, ചിലപ്പോൾ 1 വേർഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റാഷണലൈസ് ചെയ്ത ആൻസർ ഒക്കെ ആയിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ റാഷണലൈസേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ റാഷണലൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. √3 + 1 ആക്കി ഇതിനെ ഞാൻ. എന്നിട്ട് താഴെ മേലെ ഓരോ √3 - 1 ഉണ്ട്. പ്ലസ് ആണെന്നുണ്ടെങ്കിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. √3 × √3 എന്താ? 3 ആണ്. പിന്നെ -√3. ഓക്കെ, അപ്പോൾ 3 - √3 വരും. ഇവിടെ 2√3 അതേപോലെ വെച്ചു. ഇത് a + b × a - b. എന്താ a + b × a - b? a + b × a - b. What is a + b × a - b? a² - b². അപ്പോൾ a √3 ആണ്. √3² 3 ആണ്. ദെൻ 1² 1 ആണ്. ദെൻ 3 - 1 2 കിട്ടും. ഓക്കെ, 2 × 2 4 കിട്ടും.
സോ 3 മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 4 റൂട്ട് 2 എന്ന് കിട്ടും. വീണ്ടും ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ള റൂട്ടുകളൊക്കെ കളയണം കേട്ടോ. അപ്പോൾ താഴെ മേലെ ഓരോ റൂട്ട് 2 കൊണ്ട് വീണ്ടും ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. 3 ഇൻറ്റു റൂട്ട് 2 3 റൂട്ട് 2 ആവും, മൈനസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 റൂട്ട് 6 ആവും. ഓക്കെ, ഇവിടെ 4 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്തായി 2 ആയി, 4 ഇൻറ്റു 2 8 കിട്ടും. സോ 3 റൂട്ട് 2 മൈനസ് റൂട്ട് 6 ഡിവൈഡഡ് ബൈ 8. ആദ്യം റൂട്ട് 3 പ്ലസ് 1 ആണ്, അപ്പോൾ റൂട്ട് 3 മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം ഡിനോമിനേറ്ററിൽ റൂട്ട് 2 ഉണ്ട്, അപ്പോൾ വീണ്ടും ഒരു റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും. അപ്പോൾ ഡിനോമിനേറ്റർ ഇപ്പോൾ എന്തായി റാഷണലൈസ്ഡ് ആയി. ഓക്കെ, ഒരു നമ്പർ ആയില്ല ഇപ്പോൾ അവിടെ. ദെൻ നാലാമത്തത് സൈൻ 30 ടാൻ 45 കൊസീക് 60 സീക് 30 കോസ് 60 കോട്ട് 45. ഓക്കെ, 30 60 രണ്ട് ട്രയാങ്കിളും നമുക്കിവിടെ ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം ഞാൻ ഈ ടൈപ്പ് ചെയ്ത് കാണിച്ചിരുന്നതിന് മുമ്പ് ആദ്യം ഞാനൊന്ന് എഴുതി വെക്കാം. സൈൻ 30 ആണ്. സൈൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് എത്രയാ 1, ഹൈപ്പോട്ടനസ് എത്രയാ 2. സോ 1/2 പ്ലസ് ഇനി ടാൻ 45 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. സോ 1/1 1 അല്ലെങ്കിൽ 1/1 മൈനസ് കൊസീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കലാണ്. കൊസീക്ക് എന്താണ്? സൈനിൻ്റെ റെസിപ്രോക്കലാണ്. സൈന് 60 ആണ് കേട്ടോ. അപ്പോൾ റൂട്ട് 3/2 ആണ് സൈന്. അപ്പോൾ അതാ ഒക്കെ പോയോ, ഓൾ ക്ലിയർ കൊടുത്തു അല്ലേ? ഒരു മിനിറ്റ്. സൈൻ 30 ഫസ്റ്റ് സൈൻ 30 1/2 പ്ലസ് ടാൻ 45 1 വരും. ഓക്കെ, മൈനസ് കൊസീക്ക്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കലാണ് കേട്ടോ. സൈൻ 60 എന്താ? റൂട്ട് 3/2 ആണ്. അപ്പോൾ 2/√3 ഡിവൈഡഡ് ബൈ സീക്ക് 30. സീക്ക് എന്ന് പറയുന്നത് കോസിൻ്റെ റെസിപ്രോക്കലാണ്. കോസ് 30 എന്താ? റൂട്ട് 3/2 ആണ്. അപ്പോൾ ഇതെന്ത് വരും? 2/√3 പ്ലസ് കോസ് 60 1/2 ദെൻ പ്ലസ് കോട്ട് 45. ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. ടാൻ 1 തന്നെയാണ്. അപ്പോൾ കോട്ടും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. 1/2 പ്ലസ് 1/1 മൈനസ് 2. എൻ്റെ അടി കൂടെ തോന്നില്ല. ഞാൻ എഴുതിയല്ലോ ഇവിടെ 1/2 പ്ലസ് 1/1 മൈനസ് 2/√3 2/√3 പ്ലസ് 1/2 പ്ലസ് 1/1. ഓക്കെ, ഇനി എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കണ്ടോ. ഇവിടെ ഒരു ഫസ്റ്റത്തേൽ ഒരു റൂട്ട് 3ൻ്റെ കുറവുണ്ട്. അപ്പോൾ റൂട്ട് 3 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഒരു 2 റൂട്ട് 3ൻ്റെ കുറവുണ്ട് 1ൽ. അപ്പോൾ 2 റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മേലെ എന്തായും. ഇവിടെ ഒരു 2ൻ്റെ കുറവുണ്ട്. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 2 4 2 × √3 2. ഇവിടെ അതേപോലെ തന്നെ ഒരു 2ൻ്റെ കുറവുണ്ട്. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 2 4 2√3. ഇവിടെ റൂട്ട് 3യുടെ കുറവുണ്ട്. അപ്പോൾ റൂട്ട് 3 2√3. ഇവിടെ 2 റൂട്ട് 3യുടെ കുറവുണ്ട് 2. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? അപ്പോൾ ഒറ്റ ഡിനോമിനേറ്റർ എടുക്കുക. റൂട്ട് 3 പ്ലസ് 2√3 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2√3 4 പ്ലസ് റൂട്ട് 3 പ്ലസ് 2√3 ഡിവൈഡഡ് ബൈ 2√3. ഇനി 2√3യിലോട്ട് ഒരു റൂട്ട് 3 കൂടി കൂട്ടുമ്പോൾ 3√3 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2√3. ഡിവിഷൻ എന്താവും? ഇൻറ്റു ആവും. ഇതിനെ നേരെ തിരിച്ചിടും, റെസിപ്രോക്കൽ. ഓക്കെ, അപ്പോൾ 2√3 മുകളിലോട്ടും പോവും. 4 പ്ലസ് റൂട്ട് 3 പ്ലസ് 2√3 എത്രയാ? 3√3. ഇതിന് ഈ 2√3 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി 3√3 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 3√3. ഓക്കെ, ദെൻ അഞ്ചാമത്തത് കോസ് 5 കോസ് സ്ക്വയർ 60. നമുക്ക് ട്രയാങ്കിൾ വരക്കാം. രണ്ട് ട്രയാങ്കിളും വേണം. ഞാനിവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മൾ കുറേ എഴുതിയല്ലോ, അപ്പോൾ പിന്നെ സിമ്പിൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. 5 ഇൻറ്റു കോസ് 60 അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. സോ 1/2 അതിൻ്റെ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ സീക്ക് 30 എന്താ? കോസ് 30 എന്താ? റൂട്ട് 3/2. അപ്പോൾ സീക്ക് എന്താവും? 2/√3. ഓക്കെ, 2/√3ൻ്റെ സ്ക്വയർ മൈനസ് ടാൻ 1 ആണ്. ടാൻ 45 1 ആണ്. ദെൻ സൈൻ സ്ക്വയർ 30. അടുത്തത് സൈൻ സ്ക്വയർ 30. സൈൻ 30 എന്താണ്? സൈൻ 30 എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് 1/2. സോ 1/2ൻ്റെ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 30. കോസ് 30 എന്താ?
√3/2 അതിൻ്റെ സ്ക്വയർ. ഇനി എല്ലാ സ്ക്വയറും നമുക്കൊന്ന് കാണാം. 5 × 1 ൻ്റെ സ്ക്വയർ 1, 2 ൻ്റെ സ്ക്വയർ 4, 4 അവിടെ എഴുതി. 2 ൻ്റെ സ്ക്വയർ 4, √3 ൻ്റെ സ്ക്വയർ 3 മൈനസ് 1 ൻ്റെ സ്ക്വയർ 1, 1 ൻ്റെ സ്ക്വയർ 1, 2 ൻ്റെ സ്ക്വയർ 4, √3 ൻ്റെ സ്ക്വയർ 3, 4, 2 ൻ്റെ സ്ക്വയർ 4. ഓക്കെ, 5 × 1 5 ഡിവൈഡഡ് ബൈ 4, 4 × 4 16/3 മൈനസ് 1. ദെൻ ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ ഒറ്റ ഡിനോമിനേറ്റർ 3 + 1 4, സോ 4/4 1. ഇനി ഡിനോമിനേറ്റർ വേണമെന്നില്ല നമുക്ക്. ഓക്കെ, ഡിനോമിനേറ്റർ 1 വരും അല്ലേ, 4/4 1 അല്ലേ, ഇത് 1 ആവും. 1 കൊണ്ട് ഹരിച്ചാണ് നമ്പർ തന്നെ അല്ലേ കിട്ടുക. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കിട്ടോ, 12 ആക്കി. ഇതിനെ 3 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ 5 × 3 15, 4 × 3 12. ഇവിടെ 4 കൊണ്ട് ഗുണിച്ചു, 3 × 4 16 × 4 64 മൈനസ് 12 കൊണ്ട് ഗുണിച്ചു 12/12. ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ ഒറ്റ ഡിനോമിനേറ്റർ 15 + 64 മൈനസ് 12. 15ലോട്ട് 64 കൂട്ടുക, 5 4 9, 6 3 7. അതിൽ നിന്ന് 12 സബ്ട്രാക്ട് ചെയ്യുക. 9 ന്ന് 2 പോയാൽ 7, 7 ന്ന് 1 പോയാൽ 6, 67. ഓക്കെ, 67/12 എത്ര കിട്ടുക? 67/12. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. സൈന്, കോസ്, ടാന്. ഓക്കെ, സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. അതേപോലെ 30 60 90, 1:√3:2, 45 45 90, 1:1:√2. അപ്പോൾ ഇത്രയും നമ്മൾ വാല്യൂ കൊടുത്ത് ഓരോന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.